ഈ ഒരു ഡെലിവറി കഴിഞ്ഞ സംഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ എങ്ങനെ അതിലൂടെ പോകും? എനിക്കറിയാം പേടിയാണ്, പക്ഷേ മാഡം മുകളിലോട് കഴിയും തോറും ഡോക്ടറിന് അത്രത്തോളം എഫർട്ട് എടുക്കേണ്ടി വരും പേര് നോക്കാനായിട്ട്. എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് എവറിത്തിങ് വാസ് ഈസി. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് എല്ലാം ചെയ്തു തരാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിനൊരു സെക്കൻഡ് ബേബി എന്നൊക്കെ ആലോചിച്ചാൽ തന്നെ എനിക്ക് ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൂടെ താണ്ടുന്നത് മാത്രമേ ഒരു പേടിയുള്ളൂ. ഷർദിലും ഹോസ്പിറ്റലും അല്ലാതെ എനിക്ക് ഡെലിവറി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് വലിയ പേടിയില്ല. ഐ ആം ആക്ച്വലി 2 years കഴിഞ്ഞ് ഐ ആം വെരി മച്ച് റെഡി ഫോർ എ സെക്കൻഡ് ബേബി. ഇത് ഒരു ദിയ കൃഷ്ണ അല്ലാതെ ഞാൻ വേറൊരാളെ ആക്ച്വലി ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കത്ത് ഇല്ലാത്തത് ഒരു 50% ചാൻസ് കുറവാണ്. ഇതുപോലും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ യു ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയത്തില്ലേ എപ്പോഴും. അതുകൊണ്ട് എല്ലാ ഇന്റർവ്യൂ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഉണ്ടാവും അതിയ എന്തൊരു അധിക പ്രസംഗിയാണ്. അത് കേൾക്കുമ്പോൾ ഒരു സുഖം. അതിയ എന്തൊരു ബോസിയാണ്, അശ്വിൻ എന്തൊരു പാവം, അവക്കൊന്ന് വാ അടച്ചൂടെ. നമ്മുടെ ജീവിതം ആക്ച്വലി ഓടുന്നതേ ഈ വ്യൂവേഴ്സ് ആക്ച്വലി കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് കണ്ടുകൊണ്ടാണ് ഈ ഇതൊക്കെ അവരില്ലെങ്കിൽ നമ്മളില്ല. ആര് വന്നാലും സംസാരിക്കും. എന്ത് 2 മിനിറ്റ് സമയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാവുമല്ലോ. ഒരു പട്ടിക്ക് പോലും വേണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതാ വാഴക്കൊരു വട്ടം ഉണ്ടാകും, മേലെ ഇറക്കണം താഴെ പോവാൻ, കീഴെ ഇറക്കണം മേലെ പോവാം. അത്രേ ഉള്ളൂ. ഹൻസിക്കാണ് നമ്മളൊക്കെ ഇപ്പോഴും കൊഞ്ചിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. അമ്മ പോലും അവളെ കൊഞ്ചിക്കാറുണ്ട്. അവളെ ഇപ്പോഴും ബേബി ആയിട്ട് നമ്മൾ, കാരണം അവൾ എന്നെക്കാൾ ഓൾമോസ്റ്റ് 8 വയസ്സ് ഇളയതാണ്. അപ്പൊ എനിക്ക് അവള് ചെറുതാ ഇപ്പോഴും. അപ്പൊ അമ്മ അവളെ കൊഞ്ചിക്കുന്നോണ്ട് ആ കൊഞ്ചിക്കലിന്റെ ഇതിൽ അവൾക്ക് ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും ഒക്കെ ഇഷാനിയും അമ്മേനെ നല്ല ഹഗ് കിസ്സൊക്കെ ചെയ്യും. എനിക്ക് എന്റെ സിബ്ലിങ്സിലെ ഹൻസുവിനെ മാത്രമാണ് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ പറ്റുന്നത് കുറച്ചെങ്കിലും. കാരണം അവളെ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുള്ള എനിക്ക് പറ്റും. ഇഷാനി അമ്മയൊക്കെ അടുത്തൊന്നും ഞാൻ ദൂരെ പൊക്കോളാൻ പറയും. എനിക്ക് അവരെ ഇഷ്ടമുള്ളത് എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. അശ്വിനും അങ്ങനെയാ. നമ്മുടെ വീട്ടിലെ ഏറ്റവും അത് അങ്ങനെയാ. നമുക്ക് ഒരു ഫോർമാലിറ്റീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ബർത്ത്ഡേ ആ കേക്ക് വെട്ടണം, അതൊക്കെ ഒരു കൂടി പോയ ഒരു പായസമൊക്കെ വെച്ച് നമ്മൾ ആക്ച്വലി ഇത് ചെയ്യും. പിന്നെ ഐ ലവ് യു അങ്ങനെ മീൻസ് അമ്മയുടെ അത് എന്താ ഈ ബുക്കിലൊക്കെ ഉള്ളൂ. നമ്മൾ 90s കിഡ്സ് അല്ലേ. വേ ഓഫ് ലിവിങ് വാസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. എന്റെ ഒരു ലൈഫ് വീടേ വേറെ, ഇവര് ഇച്ചിരി കൂടെ എന്താ പറയാ ഒരു മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് പോലെ ഈ ഹഗ് മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ട്രഡീഷണൽ വേ ഓഫ് ലിവിങ് ആയിരുന്നു. ലൈക്ക് എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ, ബർത്തിങ് സ്വീറ്റ് ആയാലും ഹസ്ബൻഡിനെ അമ്മേനെയൊക്കെ അകത്ത് നിർത്തിച്ച് എല്ലാവർക്കും അത് കിട്ടട്ടെ, അവരുടെ ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം അവർ ആ റേറ്റ് വെച്ചത്. ശരിക്കും ബില്ല് വന്നപ്പോൾ ഞാൻ ഞെട്ടി, ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. ഏകദേശം ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര 12,000 പോലത്തെ റേഞ്ച് ആയിരുന്നു. പക്ഷേ അതൊന്ന് ആലോചിച്ചാൽ നല്ലതല്ലേ. 12,000 സേവ് ചെയ്ത് വെച്ചൊരു എമൗണ്ട് അവിടെ ഇട്ടാൽ ബർത്തിങ് സ്വീറ്റിന് ഒരു ദിവസത്തേക്ക് 12,000, നമ്മുടെ ബെഡ്റൂമിന് 12,000 അങ്ങനെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഓബയോസി അല്ല എന്ന് അല്ല. ബിക്കോസ് ഞാനിത് എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫ് മൊത്തം ഞാനത് ആണ് ഞാൻ ഓബയോസി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഓബയോസിയുടെ ഒരു പാട്ട് പോലും എനിക്ക് ആവാൻ ഒരു താല്പര്യം ഇല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഓബയോസി എന്നൊരു സ്ഥാപനം പുള്ളിക്കാരി തുടങ്ങിയത് ഇറ്റ്സ് ഹെർ തിങ്. ഓക്കെ, അതൊക്കെ തന്നെ നമ്മൾ എവിടെ പോയാലും ഈ സൈന നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്ക് ഒരു എംബ്ലം ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ കാണുന്ന രാത്രി എല്ലാ പടമായാലും ഇവിടെ സൈന. ഞാൻ ചോദിച്ചു ആ സൈനയാണോ ഈ സൈന? അത് തന്നെ എന്നാ ഓക്കെ. 40 years of സൈനയുടെ ഒരു Thank you. ഇപ്പൊ എനിക്കത് ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ദിയുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. സോ പലർക്കും അത് കിട്ടാറില്ല, പക്ഷെ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. എനിക്ക് തോന്നുന്നു പ്രസ്തുത സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കൂടെ നിൽക്കാണ്. ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഇവരൊക്കെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവരില്ലാത്ത സിറ്റുവേഷൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും? എനിക്ക് ബേസിക്കലി ഞാൻ ആരെയും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഞാൻ ഭയങ്കര എനിക്ക് മറ്റേ എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. എനിക്ക് അത്രയ്ക്ക് പറ്റില്ലെങ്കിൽ മാത്രമേ ഞാൻ ആരുടെയും അതിൽ ഹെൽപ്പ് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഡെലിവറി കഴിഞ്ഞ സംഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ എങ്ങനെ അതിലൂടെ പോകും അങ്ങനെ സംഭവം. അപ്പോൾ എനിക്ക് ബാക്കിയൊന്നും ഞാൻ ഹെൽപ്പ് ചോദിക്കാറില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ഫാമിലിയിലെ എല്ലാവരോടും ഹെൽപ്പ് ചോദിച്ച് നടക്കുമായിരുന്നു ഫുൾ ടൈം. എനിക്ക് അതൊന്ന് ചെയ്തു തരും, നടുവൊന്ന് തടവി തരും, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എണീക്കാൻ. പ്രഗ്നൻസി സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് സീക്ക് ചെയ്തത്. ഞാൻ കൊച്ചായിരിക്കുമ്പോൾ അഫ്കോഴ്സ് വീട്ടുകാർക്ക് എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ, ഞാൻ അവരുടെ കൊച്ചാണ്.
ഞാൻ വലുതായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചോദിച്ചിട്ടുള്ളത് പ്രഗ്നൻ്റ് ആയപ്പോഴായിരുന്നു. അശ്വിൻ്റെ അടുത്തായാലും അശ്വിൻ അറിയാം എനിക്ക് അത്രയ്ക്ക് പറ്റാത്ത വല്ല ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബോഡി ഇഷ്യൂസും അല്ലെങ്കിൽ ഞാൻ അശ്വിൻ്റെ അടുത്ത് ഒരു ഹെൽപ്പും ചോദിക്കാറില്ല. ഐ ലൈക്ക് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഐ ഹേറ്റ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ആരോട് ഹെൽപ്പ് ചോദിച്ചാൽ ചെയ്തില്ലെങ്കിലൊക്കെ ഇല്ലേ എനിക്കത് ഭയങ്കര ഒരു എംബാരസ്മെന്റ്. അതുകൊണ്ട് ഞാൻ ആരോട് ഹെൽപ്പ് ചോദിക്കാറില്ല. പക്ഷെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ വീട്ടുകാർ ഭയങ്കര രീതിക്ക്, അഫ്കോഴ്സ് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്ന പെട്ടെന്നായിരിക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടിയൊരു കെയർ അത്രയ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് എവറിത്തിങ് വാസ് ഈസി. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് എല്ലാം ചെയ്തു തരാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് അഫ്കോഴ്സ് കിംസിൽ നമ്മൾ നിന്ന റൂം ആൻഡ് ഓൾമോസ്റ്റ് ഹോട്ടലിനേക്കാൾ നല്ലതായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ടല്ലോ അവിടെ കിംസിലെല്ലാം തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫുഡ്, കെയറിന് കെയർ, നേഴ്സൊക്കെ ഇടയിൽ വരുന്നു, ഇവനെ നോക്കുന്നു, എനിക്ക് ആ സമയത്ത് റെസ്റ്റ് എടുക്കാം. ഭയങ്കര നല്ലൊരു ഹോട്ടൽ, ഒരു സ്റ്റേക്കേഷൻ ഫീലിംഗ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു അശ്വിൻ പറയുന്നത്, ഒരു 4-5 ദിവസം കൊണ്ട് നിന്നെ അഡ്മിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞാൽ മതിയായിരുന്നു, അവിടെ അടിച്ചു പൊളിച്ചിരിക്കുകയായിരുന്നു, ഇനി വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ വിഷമിച്ചാണ് അശ്വിൻ വീട്ടിലേ പോയത്. നമ്മൾ ഹോസ്പിറ്റൽസിൽ നമുക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് നമുക്ക് പേടി ഉള്ളത് ഒരു കാരണം കൊണ്ടാണ്. ആ ഹോസ്പിറ്റലിലെ മണം, മെഡിസിൻ്റെ മണം ആകുമ്പോൾ നമുക്ക് അയ്യോ അപ്പം തന്നെ നമുക്ക്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഭയങ്കര ഒരു ഹോട്ടൽ ഇങ്ങനെ കാണുന്ന നേരത്തെ ഒരു ഇത് ഇല്ലേ, അങ്ങനത്തെ ഒരു ഇത് നല്ല ഒരു, ബിക്കോസ് എനിക്ക് സുഖമാണല്ലോ, എനിക്ക് ഒന്നുമില്ലല്ലോ. എനിക്ക് അവിടെ നല്ല ചൂട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പോയി കുറച്ച് മറ്റേ നല്ല മുറുക്കും കോഫിയും ഒക്കെ വാങ്ങിച്ച് എനിക്കും കോഫി വാങ്ങിക്കും, അവനും വാങ്ങിക്കും, അടിച്ചു പൊളിച്ച് ടിവിയും കാണും. അതെ ഞാൻ പറഞ്ഞു, നല്ല ചൂടുവെള്ളം, യൂറോപ്യൻ ക്ലോസറ്റും, ചൂടുവെള്ളം, യൂറോപ്യൻ ക്ലോസറ്റ്. കൊള്ളായിരുന്നു ഫുഡ്. അല്ല അവര് വന്ന് ഇങ്ങനെ ചോദിക്കാം എന്താ വേണ്ടേ രാവിലെ എന്ത് വേണം. അത് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ തലേ ദിവസം രാത്രി വന്ന് ചോദിക്കും എന്താ രാവിലത്തേക്ക് ആവശ്യം, ഓക്കെ അത് തരും. രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് എന്താ വേണ്ടത്, ഓക്കെ ഉച്ചയ്ക്ക് കഴിച്ചോണ്ടിരിക്കുമ്പോൾ രാത്രി എന്ത് വേണം, അത് ഭയങ്കര രസമാണ് ഓർഡർ ചെയ്തിരുന്ന് കഴിക്കാൻ. രാത്രി തന്നെ നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ രാവിലെ എന്താ വേണ്ടത് നമ്മൾ അത് ആലോചിച്ചായിരിക്കും. ഞാൻ പലപ്പോഴും തിന്നോണ്ടിരുന്ന അപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. ഞാൻ ഉറക്കം രാവിലെ നേരത്തെ എണീക്കും, 7 മണിയൊക്കെ ആവും. ഞാൻ അമ്മയോട് ചോദിക്കും അപ്പം ചിക്കൻ സ്റ്റൂ വന്നായിരുന്നോ എന്ന് ചോദിച്ചോണ്ടാണ് എപ്പോഴും എണീക്കുന്നത്. കാര്യം സ്റ്റിച്ചിന്റെ വേദന പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം ആ ഫുഡൊക്കെ കിടിലം. അവിടെ ശരിക്കും ഒരു ഹോട്ടൽ വൈബായിരുന്നു മൊത്തം. ഞാൻ ഇവനെ നോക്കാൻ അമ്മയുണ്ട്, അമ്മുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി വന്ന ഇവനെ വിളിച്ചാൽ ഇവനും നോക്കും, നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ബേർഡൻ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് പാല് കൊടുക്കാൻ മാത്രമേ ഇവനെ നോക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വല്ല ഇൻഹരിയർ നഗർ ടിവിയിലിട്ട് നല്ല തിന്ന് എൻജോയ് ചെയ്താണ് ഞാൻ അവിടെ ഇരുന്നത്. എനിക്ക് നിങ്ങളുടെ വീഡിയോ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പാരന്റ്സിനായാലും ഹസ്ബൻഡിനായിട്ടും വന്ന് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കൂടുതൽ ആളുകൾ അറിയുന്നത്. പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ല പറഞ്ഞേ പറ്റൂ. കിംസിലെ ഈ ബർത്തിങ് സ്വീറ്റ് ആയാലും ഞാൻ നിന്ന റൂമായാലും ആ റൂമിന്റെ സർവീസിനും ആ റൂമിന്റെ ഒരു ബ്യൂട്ടിക്കും അവർ അത്രയ്ക്ക് റേറ്റ് ആക്ച്വലി മേടിക്കുന്നില്ല. സത്യം പറയാമല്ലോ, അവർ മേടിക്കുന്നില്ല. എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം. ഞാനായിട്ട് ഇപ്പം റേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു റൂമിന് അവർ ചാർജ് അവർക്ക് ഇനിയും ചെയ്യാം, പക്ഷെ അവർ നല്ല കുറച്ചാണ്. അപ്പോൾ അവരെല്ലാവരെയും കൺസിഡർ ചെയ്താണ് റേറ്റ് വെച്ചിരിക്കുന്നത്. ലൈക്ക് എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ, ബർത്തിങ് സ്വീറ്റ് ആയാലും ഹസ്ബൻഡിനെ അമ്മേനെയൊക്കെ അകത്ത് നിർത്തിച്ച് എല്ലാവർക്കും അത് കിട്ടട്ടെ, അവരുടെ ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം അവർ ആ റേറ്റ് വെച്ചത്. ശരിക്കും ബില്ല് വന്നപ്പോൾ ഞാൻ ഞെട്ടി, ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അത് കുറച്ച് ഇൻഷുറൻസ് ഇൻഷുറൻസ് കവറായി, അത് വേറെ കാര്യം. അല്ലല്ല, ഞാൻ റൂമിന്റെ സെപ്പറേറ്റ് കോസ്റ്റ് ചോദിച്ചു. ഏകദേശം ആളുകൾക്ക് അറിയാൻ വേണ്ടിട്ട് ഏകദേശം എത്ര വരുന്നു? 12,000 പോലത്തെ റേഞ്ച് ആയിരുന്നു. പക്ഷേ അതൊന്ന് ആലോചിച്ചാൽ നല്ലതല്ലേ, 12,000 സേവ് ചെയ്ത് വെച്ചൊരു എമൗണ്ട് അവിടെ ഇട്ടാൽ ഒരു ദിവസത്തേക്ക് 12,000, നമ്മുടെ ബെഡ്റൂമിന് 12,000 അങ്ങനെ. അപ്പൊ അത് ആക്ച്വലി ഒരു വിധം ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റണമല്ലോ. ശമ്പളമുള്ള ഒരാൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ അറൗണ്ട് ഒരു എന്താ പറയാ, ഒരു 60,000 to 70,000. അതിപ്പോ ഒരു നോർമൽ ഹോസ്പിറ്റലിൽ പോലും ആവുന്നുണ്ട്. നോർമൽ ഹോസ്പിറ്റലിൽ ആ എമൗണ്ട് ആവും. അപ്പൊ ഈ സർവീസിന് എമൗണ്ട് കൊടുക്കുന്നത് ഇറ്റ്സ് ഗുഡ്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ടെല്ലിങ്. ഞാൻ വേറൊരു ഹോസ്പിറ്റൽ രീതിയിൽ ഞാൻ ഒരു കുറ്റം പോലെ പറയുന്നില്ല. അവർക്ക് അത് എന്ന് വെച്ചാൽ അവർക്കൊരു കോമൺ ലേബർ റൂം ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. ചിലപ്പോൾ അപ്പുറത്ത് വേറെ ആളായിരിക്കും. അപ്പോഴേക്കും വേറെ ആളുടെ ഹസ്ബൻഡ് ആക്ച്വലി പോകുന്ന നേരത്ത് അവർക്ക് ഒരു സമ്മതിക്കത്തില്ല. വേറെ സ്ത്രീകളുടെ ഇതുപോലത്തെ ഒരു ക്യൂബിക്കൽ ആക്ച്വലി എല്ലാം ഒന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും എനിക്ക് കിട്ടിയ ഭാഗ്യം
വേറെ ഹസ്ബൻഡ്സിന്റെ കട എത്രയോ ആണുങ്ങൾക്ക് അവിടെ അകത്ത് പോകാൻ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ അവരെ കേറ്റില്ല. അതെ, സാഡ് ആക്ച്വലി. നിങ്ങൾ ചെയ്ത ഒരു മൂന്നാം മനുഷ്യൻ നിൽക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ വന്ന് നിൽക്കുന്നത്. അവിടെ ഇവിടെ നിൽക്കുന്ന നേരത്തെ ആ സമയത്താണ് വൈഫിന് അങ്ങനെ ഒരു സപ്പോർട്ട് വേണ്ടതല്ലേ. എനിക്ക് ഇവരൊക്കെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ഐ വിൽ ഡു. ഞാൻ അലറി വിളിച്ച് അവിടെ ഉള്ള എല്ലാവരും തെറി വരെ വിളിച്ചേനെ, കാരണം എനിക്ക് അത്ര പേടിയുള്ള ആളാ. ഇത് സൈഡിൽ ഇപ്പൊ ഇഷാനി ആയാലും അമ്മു ആയാലും ഹൻസു ആയാലും അശ്വിൻ, അമ്മ, അച്ഛൻ, എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ കൂടെ നിന്ന് കാല് തടവി കൈ തടവി കുഴപ്പമില്ല നമ്മളൊക്കെ ഇവിടെ ഇല്ലേ, നിനക്ക് എന്ത് പറ്റും. പിന്നെ അഫ്കോഴ്സ് എൻ്റെ ഡോക്ടർ ലൂമിയ ഡോക്ടർ, പുള്ളിക്കാരി ഇടയ്ക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിങ്ങനെ വരും. ദിയ ഞാൻ പറഞ്ഞല്ലോ ദിയക്ക് പേടി മാത്രമേ ഉള്ളൂ, പെയിൻ ടോളറൻസ് ഉണ്ട്, കുറച്ച് നേരം കൂടെ നടങ്ങിയിരി, കൊച്ചിപ്പോ വരും എന്നുള്ള പോലെ പറഞ്ഞ് എല്ലാവരും ഒരു പോസിറ്റിവിറ്റി ഇങ്ങനെ തന്നിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഡെലിവറി വാസ് വെരി സ്മൂത്ത്. അതുകൊണ്ട് എനിക്കിനൊരു സെക്കൻഡ് ബേബി എന്നൊക്കെ ആലോചിച്ചാൽ തന്നെ എനിക്ക് ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൂടെ താണ്ടുന്നത് മാത്രമേ ഒരു പേടിയുള്ളൂ, ഛർദിലും ഹോസ്പിറ്റലും. അല്ലാതെ എനിക്ക് ഡെലിവറി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് വലിയ പേടിയില്ല. ഐ ആം ആക്ച്വലി 2 years കഴിഞ്ഞാൽ വെരി മച്ച് റെഡി ഫോർ എ സെക്കൻഡ് ബേബി. ഇവൻ ഒരു കൂട്ടായിട്ട് വെരി മച്ച് റെഡി. അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു സപ്പോർട്ട് ഇപ്പം എല്ലാ അത്രയും മക്കളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു അമ്മയാണ്. കാരണം സ്റ്റിൽ ഇപ്പോഴും ഓരോ കാര്യത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നൊരു അമ്മ. കഴിഞ്ഞ ദിവസം അൻസുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആള് കോളേജിൽ പോകുന്ന തിരിച്ചു വന്ന് ഒരു ഹഗ് ചെയ്യുന്ന ഒരു വീഡിയോ. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അതിൽ അതിന് സംസാരിച്ച കാര്യങ്ങളും കുറച്ച് കണക്ട് ആയി. നിങ്ങൾ ഈ തിരക്കിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ അമ്മേനെ മിസ് ചെയ്തു, അല്ലെങ്കിൽ അമ്മ ഇത്ര നമുക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ആളെ ഒരു കിസ്സാണോ ഹഗ്ഗിലൂടെ പ്രകടിപ്പിക്കാൻ? ബേസിക്കലി ഒട്ടും കിസ്സോ ഹഗ്ഗോ അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ചിലൂടെ എന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളല്ല. അശ്വിൻ്റെ അടുത്താണ് ഞാൻ, അല്ലാതെ ഞാൻ ആരോടും അങ്ങനെ എൻ്റെ പ്രവൃത്തികളിലൂടെയോ അല്ലെങ്കിൽ സംസാരത്തിലൂടെ എവിടെയെങ്കിലും അത് എനിക്ക് അവരുടെ മുമ്പിൽ ഇരുന്നും പറ്റില്ല. എനിക്ക് അവരില്ലാത്തപ്പോഴേ അത് പറ്റത്തുള്ളൂ. ഇപ്പൊ അമ്മൂനെ ആയാലും ഇഷാനി ആയാലും ഹൻസിക്കായാലും അവരിയ്ക്കുമ്പോൾ എനിക്ക് നിങ്ങൾ ചക്കരയാണ് തേനാണ് മുത്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവരില്ലാത്തപ്പോൾ അവരെ പറ്റി ആരെങ്കിലും വല്ലതും പറയുന്നതായിട്ട് എനിക്ക് അങ്ങ് പൊളി, ഭയങ്കരമായിട്ട് എനിക്ക് പൊളി, ഞാൻ കൊടുക്കുകയും ചെയ്യും നല്ലപോലെ. ഇപ്പം നമ്മുടെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ലീലയിലോട്ടാണ് ഫസ്റ്റ് പോയത്, വെഡ്ഡിങ് നൈറ്റ് അവിടെയായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് കരയാൻ തുടങ്ങി. ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ അല്ലേ നിൽക്കുന്നത്, ഞാൻ അവരെ ഒന്നും ഇനി കാണൂലേ, എന്താ ഇപ്പോൾ സംഭവിച്ചത്, നമ്മൾ കെട്ടിയല്ലേ, അയ്യോ എനിക്ക് അവരെയൊക്കെ മിസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും ഫ്ലാറ്റിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, ഭയങ്കര സൈലന്റ് അല്ലേ ഇവിടെ, എൻ്റെ വീട്ടിലെ സൗണ്ടൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു, എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് വീട്ടിൽ പോയി ഇരുന്നപ്പോഴാണ് ഞാൻ ഒന്ന് നോർമലായേ. എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ച് നോർമലായി. കാരണം അശ്വിൻ്റെ വീട്ടിൽ ഇപ്പോൾ അശ്വിൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ച് പോയിട്ട് പിന്നെ അശ്വിനും അശ്വിൻ്റെ അച്ഛനമ്മയും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു ബഹളം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ്റെ അമ്മയ്ക്ക് ബിസിനസ് ഉണ്ട്, അച്ഛൻ്റെ കാര്യം അശ്വിൻ്റെ അശ്വിൻ ഫുൾ ടൈം ലാപ്ടോപ്പിലാണ്. അപ്പോൾ അശ്വിൻ ആ ഒരു ലൈഫാണ് ഉള്ളത്. എനിക്കെന്ന് പറയുമ്പോൾ ഫുൾ ടൈം വ്ളോഗ് എടുത്തിങ്ങനെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് സൈലന്റ് ആയിപ്പോയി അശ്വിനും ഞാനും കൂടെ. അപ്പോൾ എനിക്ക് അതൊക്കെ ഞാൻ അശ്വിൻ്റെ മുമ്പിൽ വെച്ച് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് പലതും. ഇങ്ങനെ കരഞ്ഞോ എനിക്ക് അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെയൊക്കെ ഞാൻ പറയും. പക്ഷെ അല്ലാതെ ഞാൻ ഇവരുടെ മുമ്പിൽ അങ്ങനെ സ്മോൾ ഗേൾ നമ്മളൊക്കെ ഇപ്പോഴും കൊഞ്ചിച്ചോണ്ടിരിക്കുന്ന ഒരാളാ. അമ്മ പോലും അവളെ കൊഞ്ചിക്കാറുണ്ട്. അവളെ ഇപ്പോഴും ബേബി ആയിട്ട് നമ്മളെ, കാരണം അവൾ എന്നെക്കാൾ ഓൾമോസ്റ്റ് 8 വയസ്സ് ഇളയതാ. അപ്പൊ എനിക്ക് അവള് ചെറുതാ ഇപ്പോഴും. അപ്പൊ അമ്മ അവളെ കൊഞ്ചിക്കുന്നോണ്ട് ആ കൊഞ്ചിക്കലിന്റെ ഇതിൽ അവൾക്ക് ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും ഒക്കെ ഇഷാനിയും അമ്മേനെ നല്ല ഹഗ് കിസ്സൊക്കെ ചെയ്യും. അമ്മു അങ്ങനെ ചെയ്യുമോ? ഇല്ലല്ലോ, ഇല്ല ചെയ്യില്ല. അമ്മു ചെയ്ത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് എന്റെ സിബ്ലിങ്സിൽ ഹൻസുവിനെ മാത്രമാണ് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനൊക്കെ പറ്റുന്നത് കുറച്ചെങ്കിലും. കാരണം അവളെ ഞാൻ എടുത്തോട് നടന്നിട്ടുള്ള എനിക്ക് പറ്റും. ഇഷാനി അമ്മു ഒക്കെ അടുത്തൊന്നും ഞാൻ പറയും. എനിക്ക് അവരെ ഇഷ്ടമുള്ളത് എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. അശ്വിനും അങ്ങനെയാ. പേരൻസിന്റെ അല്ല സംഭവം എന്താ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്താ ഈ കെട്ടിപ്പിടിച്ച അത് ശീലിച്ചിട്ടില്ല. നമ്മളായാലും അങ്ങോട്ടായാലും നമ്മുടെ വീട്ടിലെ ഏറ്റവും അത് അങ്ങനെയാ. നമുക്ക് ഒരു ഫോർമാലിറ്റീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ബർത്ത്ഡേ ആ കേക്ക് വെട്ടണം, അതൊക്കെ ഒരു കൂടിപ്പോയ ഒരു പായസമൊക്കെ വെച്ച് നമ്മൾ ആക്ച്വലി ഇത് ചെയ്യാം. പിന്നെ ഐ ലവ് യു അങ്ങനെ മീൻസ് അമ്മയുടെ അത് എന്താ ഈ ബുക്കിലൊക്കെ ഉള്ളൂ. നമ്മൾ 90s കിഡ്സ് അല്ലേ, നമ്മൾ അങ്ങനെ അത് നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മൾ 90s കിട്ടല്ലോ. ഞാൻ നമ്മൾ പറയുമ്പോൾ നമ്മളല്ലേ അങ്ങനെ ഓക്കെ നമ്മളല്ലേ രണ്ടുപേരുടെയും വേ ഓഫ് ലിവിംഗ് വാസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. എന്റെ ഒരു ലൈഫ് വീടേ വേറെ, ഇവര് ഇച്ചിരി കൂടെ എന്താ പറയാ ഒരു മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് പോലെ ഈ ഹഗ് മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ട്രഡീഷണൽ വേ ഓഫ് ലിവിംഗ് ആയിരുന്നു കൂടുതലും. അശ്വിന്റെ ഫാമിലിയിൽ ഇപ്പോഴും എല്ലാവരും ഫുഡ് കഴിക്കുന്നത് പോലും പണ്ടത്തെ സ്റ്റൈലില്ല. തറയിലിരുന്ന് ചമ്മണം മുട്ടി
അത് ആക്ച്വലി ബോഡിക്ക് ഭയങ്കര നല്ലതെന്ന് എനിക്കറിയാം. ഇപ്പൊ എന്റെ അച്ഛൻ പോലും ചോദിച്ചാൽ അച്ഛൻ പറയും ആ തറയിരുന്ന് കഴിക്കാൻ പറയും. പണ്ട് നമ്മളോടൊക്കെ പറയുമായിരുന്നു. എന്റെ ഇപ്പത്തെ നടുവേനെ വെച്ച് ഇരുത്ത് കൊടുത്താലും മതി, പിന്നെ ഞാൻ എണീക്കൂല. എന്നെ ആരെങ്കിലും സ്ട്രെച്ചറിലാത്ത നമുക്കത് ശീലിച്ചില്ല. അപ്പൊ ഞാൻ ഇവന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ പറയാം അങ്കിൾ എനിക്കൊരു കസേര തരും, എനിക്ക് തറയൊന്നും കഴിക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ സോഫയിൽ കൈയും കാലൊക്കെ പൊക്കി കയറ്റി വെച്ച് ഞാൻ അവിടെ നിന്ന് കഴിക്കും. ഇവ എന്റെ കൂടെ ഉള്ളപ്പോഴും ഞാൻ അവന്റെ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഇവൻ പലപ്പോഴും സോഫയുടെ താഴെ അല്ലെങ്കിൽ താഴെ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാൻ സോഫയിൽ ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ സോഫ ഇരുന്നാൽ പോലും ഇവ സോഫയിൽ ഇരുന്ന് കഴിക്കത്തില്ല പലപ്പോഴും. അതാണ് ടേസ്റ്റ്. നമുക്ക് ഇവന് സ്പൂൺ തറയിൽ വെച്ച് ഇരുന്ന് കഴിക്കാനാണ് കഴിക്കുന്നതും ഇഷ്ടം. കൈ വെച്ച് കഴിക്കും. കൈയാണ് ഭയങ്കര നമുക്ക്. ഞാൻ സ്പൂൺ വെച്ചാണ് തിന്നണേ. ഞാനത് പറഞ്ഞേ ഉള്ളൂ. നീ എന്നെ ഇട്ടങ്ങോട്ട് താങ്ങയാണ്. ഞാൻ സ്പൂൺ വെച്ചാൽ നല്ല കൈ കൊണ്ട് തന്നെ. ഓസി കുറച്ചുകൂടെ മോഡേൺ. എന്നെ സംഭവിച്ച് നോക്കുമ്പോഴേക്കും ഓസി എന്നെ അതാണ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ രണ്ടും രണ്ട് രീതിയിൽ സംസാരിക്കുമ്പോൾ സൗത്ത് പോലെ നമ്മുടെ ഫാമിലി മറ്റേ സ്റ്റേക്ക് മറ്റേ കാര്യങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ ആ സ്ഥലം കാണുമ്പോ തന്നെ ഊണ്, ഇഡ്ഡലി, ദോശ. ഐ ലവ് എന്റെ ഫേവറേറ്റ് ഫുഡ് ചോറും കറിയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇതുപോലത്തെ സ്റ്റേക്ക് ഐറ്റംസ് ഒക്കെ കിട്ടിയാലും ഞാൻ കഴിക്കും. ഗ്രിൽ ചിക്കൻ അതൊക്കെ ഞാൻ കഴിക്കും. ഇവൻ അതൊന്നും പറ്റൂല. അത്ര പോലും സ്റ്റൈലിഷ് ഫുഡ്, ബർഗർ, പിസ്സ അതൊന്നും പറ്റൂല. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് പറ്റില്ല. പിന്നെ ഈ റെസ്റ്റോറന്റ് ഒക്കെ ഭയങ്കര സൈലന്റ് ആയിട്ട് അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല. ഡിന്നർ നൈറ്റ് ഇല്ലേ, അതൊക്കെ എന്റെ കൂടെ വരും. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്. കാരണം എനിക്ക് ബഹളമുള്ള സ്ഥലങ്ങൾ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. അതായത് മറ്റേ ഇങ്ങനെ നമ്മുടെ ബഹളം ആസിൻ മറ്റേ പബ്ബ് പോലത്തെ ബഹളം അത് ഇവനും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ലഞ്ച് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് ഉന്തും തള്ളും ശബ്ദവും എനിക്കത് ഒട്ടും പറ്റൂല. എനിക്ക് ബഹളം എന്ന് പറയുമ്പോ എന്നറിയാമോ, മറ്റേ പാത്രത്തിന്റെ സൗണ്ട് അതെനിക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ എനിക്ക് ഓവർ ക്രൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഒരിക്കലും പോയി കഴിക്കാൻ പറ്റില്ല, ഇഷ്ടമല്ല. എനിക്ക് അതിനേക്കാൾ സൈലന്റ് ആയിട്ട് നമ്മുടെ രണ്ടുപേരും മാത്രം സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് എനിക്ക് കുറച്ച് ഇഷ്ടം. ഇതിപ്പം എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങളിത് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? രണ്ടും രണ്ട് സ്ഥലത്താണല്ലോ, പക്ഷെ അത് രസമായിട്ട് എങ്ങനെ കൊണ്ടുപോകണേ? ആക്ച്വലി ഇവ എൻ്റെ അടുത്ത് ഐ വുഡ് സേ എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ട് ആണ്. അയ്യോ എത്രയോ സ്ഥലങ്ങളിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഹി ടോക്സ് മോർ ദാൻ മീ. ഞാൻ ചില സമയത്തൊക്കെ പറയും എന്നെ എംബാരസ് ചെയ്യാതെ മിണ്ടാതിരിക്കും. സംസാരിക്കും. എന്റെ ഫ്രണ്ട് അഞ്ജലി ലൈക്ക് നമ്മുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ട് പോലെ. അഞ്ജലിന്റെ അടുത്തൊക്കെ ഇവൻ ഭയങ്കര ഓവർ സംസാരമാണ്, ഭയങ്കര സംസാരമാണ്. ചില സമയത്തൊക്കെ ഞാൻ ഭയങ്കര സൈലന്റ് ആയി പോകും ഇവന്റെ മുമ്പിൽ. ഇവ അത്ര സംസാരിക്കും. ഇവൻ അല്ലാതെ പബ്ലിക്കിലോട്ട് കൊണ്ടിങ്ങനെ ഇടുമ്പോ ഒരു ആംബിവേർട്ട് പോലെ ഇരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഹി ടോക്സ് മോർ ദാൻ മീ. എന്നെക്കാൾ ഭയങ്കര നാക്ക. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുമ്പോ എന്തോ പറയാൻ പോകുന്നു, വ്ളോഗ് ഒക്കെ എടുക്കാൻ നേരത്തുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ അപ്പോഴല്ലേ നമ്മൾ നിങ്ങൾ ആക്ച്വലി പറയുന്നത്. ഭയങ്കര ഈ വ്ളോഗ് എടുക്കാൻ നേരത്ത് അത് ഓസി ടോക്കീസ് ആണ്, മനസ്സിലായി. അത് പുള്ളിക്കാരുടെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ അതിൽ കാണുന്നത് നമ്മൾ ആക്ച്വലി ഓവറായിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് അവരുടെ ചാനലാണ്, അത് അവർ സംസാരിക്കാൻ നമ്മൾ സപ്പോർട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ ഭയങ്കര ഓവർ ഡു ആക്ച്വലി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് അവരുടെയാണ്. സിൽവർ പ്ലേ ബട്ടൺ ആയാലും ഗോൾഡൻ പ്ലേ ബട്ടൺ ആയാലും എല്ലാം കിട്ടിയത് അവരെ കഴിവുകൊണ്ട്. അപ്പൊ നമ്മൾ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു സാധനം ആയിട്ട് രണ്ട് ആളാവാൻ വേണ്ടി നമ്മൾ ആക്ച്വലി സംസാരിച്ചാണല്ലോ. ഇപ്പം അതേപോലെ തന്നെയാണ് ഈ ഇന്റർവ്യൂ കാര്യമായാലും. ഇത് ഒരു ദിയ കൃഷ്ണ അല്ലാതെ ഞാൻ വേറൊരാളെ ആക്ച്വലി ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കത്ത് ഇല്ലാത്തത് ഒരു 50% ചാൻസ് കുറവാണ്. ഇതുപോലും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ യു ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയത്തില്ലേ, അതിലൊക്കെ നമ്മൾ അങ്ങനെ ആയിരിക്കണം. അത് ഒരു തോട്ട് എന്റെ മനസ്സിൽ എപ്പോഴും കാണും. ബിക്കോസ് എന്താ, നമ്മൾ ഓർഡർ ചെയ്യാൻ പാടില്ല എപ്പോഴും. അതുകൊണ്ട് എല്ലാ ഇന്റർവ്യൂ വരുമ്പോൾ അതിന്റെ അടിയിൽ ഉണ്ടാവും അധികം എന്തൊരു അധിക പ്രസംഗിയാണ്. അത് കേൾക്കുമ്പോൾ ഒരു അശ്വിൻ എന്തൊരു പാവം, അവർക്കൊന്ന് വാ അടച്ചൂടെ, അവരെ ഒന്ന് സംസാരിക്കാൻ. കാരണം സത്യം പറഞ്ഞാൽ ഇതാണ്, ബിക്കോസ് പുള്ളിക്കാരി കാരനാണ് ഇത് വന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു സ്പേസ് നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന പോലെ അത്രയും നമുക്ക് ഇപ്പൊ ഈ സമാധാനം പോകും നമ്മൾ പറഞ്ഞില്ലേ, പൈസ കുറെ ഉണ്ടായാൽ നമുക്ക് ആക്ച്വലി സമാധാനം പോകും. എന്താണെന്നാണ് പൈസ ഒന്നും അല്ല, നമുക്ക് ഏറ്റവും വലുത് സമാധാനമാണെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയും. ശരിയാണ്, ഓവറായിട്ട് അങ്ങനെ ആക്ച്വലി ഇരുന്നാൽ ചിലപ്പം ഇതാണ്. പക്ഷെ അത് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര സമാധാനം ഇല്ല. അത് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. മനസ്സിൽ നമുക്കത് അതുപോലെ തന്നെയാണ് ഇതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഒരു സാധാരണ ഒരു ലൈഫായിരുന്നു. ഈ പ്രൈവസി ഒക്കെ പറയുന്നതൊക്കെ അതൊക്കെ വലിയ വാക്കുകളാണ് ആക്ച്വലി. എനിക്ക് ആക്ച്വലി പറയാൻ നേരത്ത് അത് ഒരു റോ ആയിട്ട് ആക്ച്വലി പറയുവാണെങ്കിൽ ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്കൂൾ ഡേയ്സ് ആയാലും അശ്വിൻ ഗണേഷ് ഒന്നുമില്ല അല്ലായിരുന്നു, അത് അശ്വിൻ ജി എന്നായിരുന്നു എൻ്റെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ അശ്വിൻ ജി ഉണ്ടായിരുന്നു, ഈ ലോകത്തുണ്ടായിരുന്നു, വരുന്നു പോകുന്നു, ഒരു എക്സിസ്റ്റ് അല്ലായിരുന്നു. എല്ലാവരും ശ്വാസം ഉണ്ടായിരുന്നു. അശ്വിൻ ഉണ്ടോ ഇല്ലയോ അറിയത്തില്ല, ആർക്കും അത് അറിയത്തില്ല. അതായത് മീൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓമി നമുക്ക് നല്ല രീതിയിൽ
മോഡൽ എല്ലാവരും കാണാൻ കൊള്ളാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ബിക്കോസ് അത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആർക്കെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കാണാൻ കൊള്ളാന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് അല്ലേ. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് കാണാൻ. ഞാൻ കണ്ണാടി കാണുമ്പോൾ എന്നെ ഇഷ്ടം അത് പറയും. എന്തിനാണ്? സ്വയം നമ്മുടെ ആക്ച്വലി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മളത് പറയും. പക്ഷേ നമുക്ക് ആരെങ്കിലും നമുക്ക് എന്താ പറയുക, നമ്മൾ കാണാൻ കൊള്ളാമെന്നൊക്കെ പറഞ്ഞാലും ഓക്കെ ഇച്ചിരി അറ്റൻഷൻ ആയാലും നമുക്കത് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അറ്റൻഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. LKG തൊട്ട് ആയാലും 12ാം ക്ലാസ്സിലായാലും കോളേജിലായാലും ആ ഒരു അറ്റൻഷൻ ആക്ച്വലി അത് വന്നില്ല. അപ്പോൾ എൻ്റെ ഉൾമനസ്സിൽ കിട്ടിയാൽ കൊള്ളാം. ബിക്കോസ് നമ്മൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് ആ ഹീറോനെ പോലെ നമ്മൾ ചിലപ്പോൾ ഇമാജിനൊക്കെ ചെയ്താൽ നമുക്ക് ഈ പാട്ട് കേൾക്കാൻ നേരത്ത് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു. ആൾക്കാരിങ്ങനെ ആക്ച്വലി ഇപ്പം എന്ന് പറയാൻ നേരത്തുണ്ടല്ലോ, അത് കേൾക്കാൻ നേരത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ബിക്കോസ് ഹാപ്പിനെസ് ആയി ഞാൻ പറഞ്ഞു. ബാക്കി ഞാൻ അത് പറഞ്ഞുതരാം. അശ്വിൻ അതൊക്കെ അശ്വിൻ നല്ല ക്യൂട്ടാണ്, അതിങ്ങനെയൊക്കെ മീൻസ് പറയുന്നില്ലേ, നല്ല ഒരു ഹസ്ബൻഡാണ് നമുക്ക്. അത് അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പറയത്തില്ലേ, അത് നല്ല കേൾക്കാൻ നേരത്ത് ബിക്കോസ് അതാണല്ലോ നമ്മൾ കേൾക്കാൻ വേണ്ടി. നമ്മളെ കുറച്ച് നല്ല ആൾക്കാർ നമ്മളിങ്ങനെ പറയുന്നത്, നമ്മൾ കാണാൻ കൊള്ളാം ഇങ്ങനെ, അയ്യോ എന്ത് ചിരിയായി അടിപൊളിയായിരുന്നു. ഇതേ ചിരി തന്നെയായിരുന്നു അപ്പോഴും. പല്ലിന് ഞാൻ വേറെ ഒരു മാറ്റവും ഞാൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ പണ്ടും ചിരിച്ചിട്ടുണ്ടായിരുന്നു. അശ്വിൻ്റെ വോയിസ് കൊള്ളാൻ. ഇതേപോലെ തന്നെ തരൂല പാടിക്കൊണ്ടിരിക്കണം തന്നെയായിരുന്നു. ആരും തിരിഞ്ഞൊന്നും നോക്കിയിട്ടില്ല, അപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം ആൾക്കാരെ കുറച്ച് കാണുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രൈവസി നഷ്ടപ്പെട്ടെന്നുള്ള കാര്യത്തിനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇത് ഓവർ ആയിട്ടിങ്ങനെ ആക്ച്വലി നമ്മൾ കേൾക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് ഒരു ഹെഡ് വെയിറ്റ് എന്ന് പറയത്തില്ലേ, അതെനിക്ക് വരാറില്ല. എന്തെന്ന് പറയട്ടെ, ബിക്കോസ് ഇതൊന്നും ഞാൻ എന്താ പറയുക സത്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു ദിയ കൃഷ്ണനെ ആക്ച്വലി കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയ ഒരു റെക്കഗ്നിഷൻ. അപ്പോൾ അത് സത്യമോ അല്ല, അതുകൊണ്ട് എന്താണ് ആ ഹെഡ് വെയിറ്റ് ആക്ച്വലി വരുന്നില്ല. ഞാൻ ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ബിക്കോസ് അതെപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. ഞാൻ പറയത്തില്ലേ, ഞാൻ ഇതിനു മുമ്പ് ഏതൊരു ഇൻ്റർവ്യൂവിൽ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തലയിൽ വെക്കുന്ന ആ കിരീടമുണ്ടല്ലോ, അത് ആക്ച്വലി എന്തായിട്ട് വെയിറ്റ് ആയിട്ടിരിക്കുക. പക്ഷെ അത് താങ്ങി നിൽക്കുന്ന തലയുണ്ടല്ലോ, അത് വെയിറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. അന്നായിരിക്കും അഴിവുകാലം. അന്ന് അഴിവുകാലം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് വേണ്ട എന്തായിരുന്നു, ആൾക്കാർ ഇങ്ങനെ ആക്ച്വലി പറയുന്നുണ്ട്, കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. ബിക്കോസ് അത് കിട്ടാത്തവനെ അത് ഉള്ളൂ, അത് മനസ്സിലായില്ലേ. പക്ഷെ ഇതൊന്നും സത്യമല്ല. ശരി, ഓക്കെ, രാത്രി നമ്മളൊരു സാധാരണ അതേപോലെ തന്നെ കുറ്റവും മനസ്സിലായില്ലേ. അതേപോലെ തന്നെ കുറ്റം വരുമ്പോഴേക്ക് അത് ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പേഴ്സണലി നമ്മൾ എടുക്കും. ബിക്കോസ് നമ്മൾ ഭയങ്കര ഈ സോഷ്യൽ മീഡിയ ആക്ച്വലി നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാര്യത്തിൽ. നമ്മൾ എന്നറിയട്ടെ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ആക്ച്വലി പറയാൻ നേരത്ത് നമ്മൾ അത് അഫക്റ്റ് ആവുന്നില്ലേ. അത് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ നമ്മുടെ ഈ ലൈക്കൊക്കെ ആക്ച്വലി നോക്കാൻ നേരത്തെ ഒരു 11,000 ലൈക്ക് അല്ലെങ്കിൽ ഒരു 5,000 ലൈക്ക് പോട്ടെ, ഒരു 200 ലൈക്ക് എന്ന് വിചാരിച്ചോളൂ. ഒരു പോസ്റ്റ് നമ്മൾ ആക്ച്വലി 200 പേര് നമ്മളെ ഇഷ്ടപ്പെട്ടു കമൻറ്റും ചെയ്തെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നമ്മൾ ഈ കുറ്റം കാരണം എന്താ നമ്മൾ സാറ്റിസ്ഫൈ ആവുന്നില്ല. ഇതേ നമ്മൾ നേരെ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഒരു 10 പേര് വന്ന് പറയണം, അയ്യോ കാണാൻ കൊള്ളാലും അടിപൊളി, ഒരു 5 പേര് വന്ന് പറയുകയാണ് കാണാൻ, നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കാട്ടി റെക്കഗ്നേഷൻ ആക്ച്വലി കിട്ടി. പക്ഷെ എന്നിട്ടും ദാറ്റ് ഈസ് നോട്ട് ഇനഫ് എന്ന് ആക്ച്വലി തോന്നിപ്പിക്കുന്നു അത്. അപ്പം അതൊരു മായാ ലോകമാണ്. അത് എവിടെ നമ്മൾ ആക്ച്വലി എല്ലാം സത്യമെന്ന് വിശ്വസിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മൾ ഒരു മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നെഗറ്റീവ് കമൻറ്റ്സ് എടുക്കണം, പോസിറ്റീവ് കമൻറ്റ്സ് എടുക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ഇറ്റ്സ് യു ഇസ് യു എവറി ഡേ. അത് അത്രേ ഉള്ളൂ. അത് ഏത് ഫീൽഡായാൽ പോലും കുഴപ്പമില്ല. ഈ സിനിമ ആയാൽ പോലും കുഴപ്പമില്ല, ഈ ഹീറോസ് ആയാൽ പോലും. ബിക്കോസ് ഫ്ലോപ്പ് പടം വരാറുണ്ട്. വളരെ പകുതിക്കാളും എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇൻസ്പയർ ചെയ്തു. അതാ ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ നല്ല ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോഴോ കേട്ടത് പോലെ തോന്നുന്നു. പെട്ടെന്ന് മിസ്റ്റർ കൃഷ്ണകുമാർ എവിടേക്കോ പറഞ്ഞ കുറെ കാലം ഇയാൾക്കങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്തു. അത് നല്ല നല്ല കാര്യങ്ങൾ ആക്ച്വലി എടുക്കണം. ബിക്കോസ് ഇവരൊക്കെ എല്ലാവർക്കും എന്താ ലൈം ലൈറ്റിൽ വന്ന് വളർന്നവർക്കാണ്. അതുകൊണ്ട് ഉണ്ടല്ലോ ഇവർക്കൊന്നും അതിന്റെ മീൻസ് എന്താ മീൻസ് അതൊരു വലിയ കാര്യമായിട്ട് ഇവർ ആക്ച്വലി എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് വലിയ കാര്യമാണ് എൻ്റെ അടുത്ത്. ബിക്കോസ് ഇപ്പോഴും അത് തന്നെയായിരുന്നു എനിക്ക് ആവശ്യം. അല്ല, അത് തന്നെയാണ് ആവശ്യം. അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര, നമുക്ക് അങ്ങനെയല്ല, മനസ്സിലായില്ലേ. അതുകൊണ്ട് ഞാൻ പ്രൈവസി നഷ്ടപ്പെടുന്നു പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതം ആക്ച്വലി ഓടുന്നത് ഈ വ്യൂവേഴ്സ് ആക്ച്വലി കണ്ട് റെക്കഗ്നൈസ് ചെയ്ത്
കണ്ടുകൊണ്ടാണ് ഈ ഇതൊക്കെ സത്യം, ഇതൊക്കെ അവരില്ലെങ്കിൽ നമ്മളില്ല. ഇല്ല അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രൈവസി നഷ്ടപ്പെട്ടോ അങ്ങനെയൊന്നുമില്ല. ഇല്ല. ആര് വന്നാലും സംസാരിക്കും. എന്ത് 2 മിനിറ്റ് സമയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഒരു പട്ടിക്ക് പോലും വേണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. അപ്പം ആർക്കും വേണ്ടായിരുന്നു. അപ്പം ഒരാളിങ്ങനെ വന്ന് നമ്മളെ സ്നേഹപൂർവ്വം ആക്ച്വലി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രൈവസി നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ ഒരു പ്രാവശ്യം വിചാരിച്ചാൽ പിന്നെ അധികം കാലം വേണ്ട തിരിച്ചങ്ങോട്ട് പോവാൻ. മനസ്സിലായില്ലേ? സോ വി ഓൾവേസ് എന്താ നമ്മൾ നല്ലതാണ്. നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇപ്പോഴും സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്. ഇപ്പം ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനിക്ക് മാത്രമേ ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഇത്രയും സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊന്നും ഇപ്പോൾ ഇങ്ങനൊരു ചതിവ് പറ്റിയപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് വന്ന സമയത്ത് നമുക്കൊരു ആളുകളുടെ മുമ്പിൽ നമ്മൾ ചെറുതായും നമ്മുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും വരുമല്ലോ. ഷോസ് ഇത് കേൾക്കേണ്ട സമയത്ത് ആ സമയത്ത് എങ്ങനെയായിരുന്നു ശരിക്കും? അയ്യോ ആണ്, ഞാൻ സ്വന്തമായി അക്സെപ്റ്റ് ചെയ്തു. എന്റെ ശ്രദ്ധയില്ലായ്മയും എന്റെ ഇറസ്പോൺസിബിലിറ്റി, എന്റെ ഈ ബ്രാൻഡിനുള്ള ഡെഡിക്കേഷൻ കുറഞ്ഞത് തന്നെയാണ് എന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. കറക്റ്റ് സമയത്ത് സ്റ്റോക്ക് ചെക്ക് ചെയ്തില്ല. അത് എനിക്ക് വയ്യാതായിരുന്നു. അതൊരു എനിക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സ്ക്യൂസ് അതാണ്. അതേ എനിക്ക് പറ്റൂ, വേറൊന്നും ഇതിനകത്ത് പറയാനില്ല. പിന്നെ അശ്വിൻ്റെതായ ഒരു വർക്ക് ഉണ്ട്. അയാളുടെ വർക്കിനകത്ത് ആ പ്രോജക്റ്റിനകത്ത് സീനിയർ അനലിസ്റ്റ് ഇയാളാണ്. അപ്പോൾ പലർക്കും അറിഞ്ഞൂടാത്ത ഡ്യൂട്ടി ചെയ്യുന്ന ഇയാളാണ്. അപ്പൊ ഇയാളോട് എനിക്ക് അതൊക്കെ കളഞ്ഞിട്ട് അവിടെ എന്റെ ഓഫീസിൽ പോയി ഇരിക്കണോ എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അത് എൻ്റെ ഒരു ചെറിയ ഒരു ലോകമാണ്. അതിനകത്തോട്ട് എനിക്ക് ഇയാളെ വലിച്ചടിച്ചിടാൻ പറ്റില്ല. പക്ഷെ അഫ്കോഴ്സ് എൻ്റെ വെബ്സൈറ്റ് തൊട്ട് എൻ്റെ എല്ലാ ടെക്നിക്കൽ പരമായ കാര്യങ്ങളും എല്ലാം അശ്വിനാണ് ഡീൽ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ബേബിയെ നോക്കണം. എനിക്കതെല്ലാം കൂടെ എനിക്ക് ടെക്നിക്കൽ പരം ബേബി ഇല്ലെങ്കിൽ പറ്റൂല. ബട്ട് സ്റ്റിൽ എൻ്റെ എല്ലാ കാര്യവും ഇവൻ തന്നെയാണ് നോക്കുന്നത്. എല്ലാം ഇവൻ തന്നെയാണ് ചെയ്യുന്നത്. അത് ഞാൻ എത്ര പേരുടെ മുന്നോളം ഞാൻ പറയാൻ റെഡിയാണ്. മാർക്കറ്റിംഗ് ആണ് എൻ്റെ സൈഡിൽ സ്ട്രോങ്. ബാക്കി ടെക്നിക്കൽ പരമായ എവറിത്തിങ് അശ്വിൻ ഇസ് ഡീലിങ്. ജൂവലറിയുടെ ബാർകോഡ് സെറ്റ് ചെയ്യുന്നതായാലും എല്ലാം അശ്വിനാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഓഫീസിനകത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ കൺട്രോളിലാണ്, മാർക്കറ്റിംഗ് എൻ്റെ കൺട്രോളിലാണ്, ടെക്നിക്കൽ പരമായ വെബ്സൈറ്റ് മുഴുവൻ അശ്വിൻ്റെ കൺട്രോളിലാണ്. ഇപ്പം എല്ലാം അഫ്കോഴ്സ് ഇറ്റ് ഇസ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പൊക്കോണ്ടിരുന്നുണ്ട്. വരുന്ന ഒരു ചെറിയ വരുമാനം എന്ത് ആണെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് ആരും അറ്റ്ലീസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നില്ല. അത് എൻ്റെ അക്കൗണ്ടിൽ സേവിങ്സിൽ കിടക്കുന്നുണ്ട്. ഓൾറെഡി വീണ്ടും ശക്തമായി തന്നെ നമ്മൾ വി ആർ ബിൽഡിംഗ് ആർ എംപയർ. നമ്മളിപ്പോ കൊറോങ്കോടത്ത് പുതിയൊരു സ്റ്റോർ തുടങ്ങുന്നുണ്ട്. അത് മേ ബി സൂൺ വിത്തിൻ ഒരു 20 ഡേയ്സിനകത്ത് എന്തായാലും അതിന്റെ ഇനോഗ്രേഷൻ ഉണ്ടാവും. നമ്മളെല്ലാവരെയും ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ അറിയിക്കും. നല്ലൊരു ചെണ്ടമേളത്തോടൊരു ഇനോഗ്രേഷൻ. എന്റെ ഫാമിലിയെ തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട്. അവര് മതി. എനിക്ക് അവര് തന്നെയാണ് എന്റെ ഫാമിലി തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റവും. പ്ലസ് ഇപ്പൊ എന്റെ ഒരു വ്ളോഗ് ആയാലും ഇപ്പൊ എന്നെ ദിയ എന്ന് പറയുന്ന ഒരാളെ ഇത്രയും പേര് അറിഞ്ഞത് പോലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമാണ് കൃഷ്ണകുമാർ. പുള്ളി തന്ന പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ടാണ് ഞാൻ ആടിയത്. ഓക്കെ, ആടിയത് എൻ്റെ ടാലന്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ അടിയിലൊരു ബേസ് എന്നുള്ളത് അച്ഛൻ്റെ പേരിൽ തന്നെ വന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ, നമുക്ക് ഇത്രയും നല്ലൊരു ലൈഫ് ഉള്ളത് കൊണ്ട് നമുക്ക് തന്നത് അച്ഛനും അമ്മയും അവർ രണ്ടുപേരോട് ചേർത്ത. അവർ രണ്ടുപേരും അല്ലെങ്കിൽ ഈ ഫാമിലി മൊത്തം, ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വ്ളോഗ് പോലും ഫാമിലി കാരണം ഫേമസ് ആയ പോലത്തെ വ്ളോഗ്സ് ആണ്. ആൾക്കാർക്ക് ഫാമിലി വ്ളോഗ്സ് ആണ് ഇഷ്ടം. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ ദിവസവും രാവിലെ അടിച്ച് മീൻകറി ഉണ്ടാക്കിയെങ്കിൽ ഐ ഡോണ്ട് ഈവൻ തിങ്ക് ആരും കാണുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും എൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അശ്വിൻ, ബേബി. ഇപ്പൊ ഇവരുടെ വീഡിയോയുടെ കൂടെയാണ് ഞാൻ, അതാണ് ആൾക്കാർ കാണുന്നത്. ദിയ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് മാത്രം അത്രത്തോളം ഒരു ഇതുണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്നേ എനിക്ക് പറയാൻ പറ്റും. അതിപ്പോ ഏതാണെങ്കിലും ബിസിനസ്സും ഫാമിലി വ്ളോഗ് ആയാലും എന്താണ്, എൻ്റെ ലൈഫ് ഫുള്ളി ഡിപ്പെൻഡ്സ് ഓൺ മൈ ഫാമിലി എന്നേ എനിക്ക് പറയാൻ പറ്റും. ആ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഓരോ പ്ലാനിങ് ആഗ്രഹങ്ങളും ഞങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്. സക്സസ് ഉണ്ട്, ഞങ്ങളും കാത്തിരിക്കുകയാണ്. അതാണ് രണ്ടുപേരുടെ ഒരു ഫ്യൂച്ചർ കോൾ പ്ലാൻ. എൻ്റെ അത് തന്നെയാണ്, എൻ്റെ ബിസിനസ് തന്നെയാണ് എൻ്റെ ഒരു എംപയർ എന്ന് പറയുന്നത്. അശ്വിന് പറ്റിയാൽ അവന്റെ സൈഡ് ഹോബി ആയിട്ട് എൻ്റെ ബിസിനസ് നോക്കി തന്നാൽ സന്തോഷം. ശരി, അശ്വിന്റെ കോൾ പ്ലാൻ, ഒരു ആഗ്രഹം എന്താ ശരിക്കും, ഒരു ഡ്രീം? എന്റേതോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഓബയോസി അല്ല. ബിക്കോസ് ഞാനിത് എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫ് മൊത്തം ഞാനത് ആണ് ഞാൻ ഓബയോസി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഓബയോസിയുടെ ഒരു പാട്ട് പോലും എനിക്ക് ആവാൻ ഒരു താല്പര്യം ഇല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഓബയോസി എന്നൊരു സ്ഥാപനം പുള്ളിക്കാരി തുടങ്ങിയത്, ഇറ്റ്സ് ഹെർ തിങ്. ഓക്കെ, പുള്ളിക്കാരിയാണ് ഇത്രയും ഫേമസ് ആക്കിയത്. പുള്ളിക്കാരിയെ വിശ്വസിച്ചാണ് എല്ലാവരും വരുന്നത്. ഒന്ന് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞിരുന്നാൽ അത് ശരിയാകത്തില്ല. അത് ഞാൻ എൻ്റെ കഴിവ് അതിലൊന്നുമില്ല. ഞാൻ ഇച്ചിരി 2 കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം തുടങ്ങണം.
എന്റെ മദേഴ്സ് ബിസിനസ് ഓൾസോ. മദേഴ്സ് ബിസിനസ് ഉണ്ട്. പിന്നെ അമ്മയുടെ ബിസിനസ് നാളെ മദർ റിട്ടയറിങ്. ഓക്കെ, വേറെ നോക്കാലോ. എന്റെ ഇപ്പത്തെ ഡ്രീം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇപ്പം നടക്കുന്ന തന്നെയാണ്. ഞാൻ ഇത് 3 നേരം നന്നായി കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ, രാത്രി നല്ലപോലെ മീൻസ് ഉണ്ട് ഉറങ്ങണം. മനസ്സിലായില്ലേ? അത്ര സമാധാനം. അല്ല, അത് ഞാൻ പറയുന്നത് നല്ലപോലെ 3 നേരം ആഹാരം നല്ലപോലെ കഴിച്ച് രാത്രി നല്ലപോലെ സമാധാനമായിട്ട് ഉറങ്ങണം. മീൻസ് ഞാൻ ഉദ്ദേശിച്ച ഈ ബേബിയുടെ അതല്ല, അല്ലാതെ ഞാൻ എൻ്റെ പറയുന്നു, അവനാണ് ഏറ്റവും വലിയ പണക്കാരൻ. അതാണ് എനിക്ക് ബിക്കോസ് എന്തൊക്കെ രീതി പറഞ്ഞാലും നമുക്ക് ഇതിനും വേണ്ടി തന്നെയാണ്. പിന്നെന്താ പറയാ, നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കണം. അത് ഓസി നോക്കിക്കോളും, അത് നോക്കിക്കോ, അത് വേറെ. എന്റെ പറയുമ്പോ എന്താണ്, ഇവിടെ പോയാൽ നല്ല നല്ല ഡ്രസ്സുകൾ മേടിച്ചു തരാൻ ആളുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാല് തിന്നാൻ കുറച്ച് ചോറും ഉറങ്ങാൻ നല്ലൊരു വെത്തയും കൊടുത്താൽ ആളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്ക് ഇതും കൂടെ കിട്ടിയ ലൈഫ്. അല്ല, അതിനല്ലേ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അല്ല, അഫ്കോഴ്സ് എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത് ഫുഡും കഴിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ. എന്തെങ്കിലും ഞാൻ ഒന്നും പ്ലാൻ ചെയ്തല്ല ഇവിടെ മീൻസ് ഇങ്ങനെ ഇത്ര ഒരു രീതിയിൽ വന്നത്. അപ്പൊ നാളെ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് എഴുതി വെച്ച് എന്തായാലും കാണും. അപ്പൊ ഞാൻ അവിടെ നോക്കിക്കോളാം. ഇപ്പോഴേ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് അതിനെ ഫിക്സ് ചെയ്താണല്ലോ, അത് ഭയങ്കര ഒരു പ്രീ ഡിറ്റർമിൻ എന്ന് പറയത്തില്ലേ, അതായിപ്പോ എന്തോ കുറെ സർപ്രൈസുകളുണ്ട് ജീവിതത്തില്. അത് എന്താണെന്ന് നോക്കാം. ഒരു ദിവസം ഞാൻ അങ്ങനെ ആവുമ്പോ നമുക്ക് 2 പേർക്ക് സംസാരിക്കാം. ആർക്കായാലും ചിലപ്പോ എന്താവും നമുക്ക് അറിയത്തില്ല. എന്താണോ ആവാം. മേളിൽ പോവാം, താഴെ വരാം. அதான் வாழ்க்கை ஒரு வட்டம் தான். இங்க மேல இருக்கிறோம் தாழെ போவோம், கீழே இருக்கிறோம் மேல போவோം. ഒരുപാട് സന്തോഷം. നിങ്ങളോട് സംസാരിക്കാൻ നമുക്ക് ഒരു എനർജി കിട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും ചില ആളുകളെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ട് നേരിട്ട് കാണുമ്പോൾ രണ്ടാളുകളായിരിക്കും. പക്ഷെ നിങ്ങൾ ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ ഭയങ്കര ചില്ലായിട്ടുള്ള ആളുകളാണ്, ജെന്യുവൻ ആയിട്ടുള്ള ആളുകളാണ്. സോ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഞാനും വിഷ് ചെയ്യാണ്. നിങ്ങളുടെയും അഫ്കോഴ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും ഇതുപോലെ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം നടക്കട്ടെ തന്നെ വിഷിങ് ആഗ്രഹിക്കുന്നു. അശ്വിന്റെ എന്താ? അതൊക്കെ തന്നെ. നമ്മള് എവിടെ പോയാലും ഈ സൈന നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്ക് ഒരു എംബ്ലം ഒക്കെ ഉണ്ടല്ലോ, നമ്മള് കാണുന്ന രാത്രി എല്ലാം പടമായാലും ഇവിടെ സൈന. ഞാൻ ചോദിച്ചു, ആ സൈനാണോ ഈ സൈന? അത് തന്നെ എന്നാ ഓക്കെ. നമുക്ക് അതിൽ നമ്മളെ കുറെ രാത്രികൾ നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല പടങ്ങളായാലും. താങ്ക് യു.